ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. മാർക്കൂസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗം. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട് പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവൻ ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിൻ്റെ അനുഗ്രഹവും സൗഖ്യവും സ്വീകരിക്കുവാൻ കഴിയാതെ അവിടുത്തെ മുൻവിധിയോടെ കണ്ട് അവനിൽ ഇടറിയ ഒരു ജനത്തിൻ്റെ അവസ്ഥയാണ് ഈ തിരുവചനത്തിൽ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കുക. നന്മകൾ കാണാനായിട്ട് തടസ്സപ്പെടുത്തുന്നതാണ് ഒരുവൻ്റെ മുൻവിധി. ഒരുവനിലെ നന്മ കാണണമെങ്കിൽ, അതനുഭവിക്കണമെങ്കിൽ, ആ നന്മയിൽ വളരണമെങ്കിൽ മുൻവിധികളില്ലാതെ നമുക്ക് ഇടപെടാനായിട്ട് കഴിയണം. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ ഈശോ തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്. വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈശോ ഈ വചനം പറയുവാനായിട്ട് കാരണം, നമ്മൾ മുൻവിധിയോടെ ഒരാളെ വിധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമാകാനായിട്ട് സാധ്യതയുണ്ട്. ഈ അടുത്ത നാളിൽ അറിയപ്പെടുന്ന ഒരു വചന പ്രഘോഷകനെക്കുറിച്ച് ഒരു സഹോദരൻ മുൻവിധിയോടെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഘോഷണമൊക്കെ പറയുകയാണെങ്കിലും പ്രഘോഷണമൊക്കെ പറയും, പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം പണത്തോട് കൂടുതൽ ആർത്തി കാണിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. എന്നാൽ നാളുകൾ കഴിഞ്ഞ് ഞാൻ ആ വ്യക്തിയെ ഒരു ശുശ്രൂഷയിൽ കൊണ്ടുപോകുന്ന സമയത്ത്, ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ടീയെ കൊടുക്കാനായിട്ട് ഞാൻ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ ടീയെ വാങ്ങാറില്ല. കാരണം ശുശ്രൂഷ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് എനിക്ക് പണത്തോട് സമ്പത്തിനോടൊന്നും ആഗ്രഹമില്ല. പ്രിയമുള്ളവരെ, ഈ മനുഷ്യനെക്കുറിച്ച് മറ്റൊരു വ്യക്തി പറഞ്ഞ ആ മുൻവിധി, ഞാൻ ആ രീതിയിൽ അദ്ദേഹത്തിനോട് ഇടപെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഈ ശുശ്രൂഷയിൽ വിളിച്ച് അദ്ദേഹത്തെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല. എന്നാൽ അടുത്ത് അറിഞ്ഞപ്പോൾ, മുൻവിധികളില്ലാതെ അദ്ദേഹത്തെ ആ ശുശ്രൂഷയിൽ വിളിക്കാനും ആ ശുശ്രൂഷ ചെയ്യാനും ഇടയായിരുന്നപ്പോൾ അദ്ദേഹത്തിലൂടെ ആ നന്മ ആ സമൂഹത്തിന് കിട്ടി. അതിനേക്കാളേറെ അദ്ദേഹത്തെക്കുറിച്ച് തെറ്റായി പറഞ്ഞ ആ വാക്കുകൾ ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് മറ്റൊരാളുടെ മുൻവിധി വെച്ചുകൊണ്ട് നമ്മൾ ആരെയും മറ്റുള്ളവരെ കാണാതിരിക്കുക. ഒരു വ്യക്തിയെക്കുറിച്ച് ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അത് മുൻവിധിയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ആ ഒരു ചിന്തയോടുകൂടി ആ വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കേണ്ട അനേകം നന്മകൾ നമുക്ക് നഷ്ടമാകും. ആ വ്യക്തിയിലൂടെ ഈ സമൂഹത്തിന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ നമ്മൾ നിഷേധിക്കും. കാരണം പലരുടെയും മുൻവിധികളാണ് ഇന്ന് സമൂഹത്തിൽ ആ വ്യക്തികളിലൂടെ ലഭിക്കേണ്ട നന്മകളെ തല്ലിക്കെടുത്തുന്നത്, തടസ്സപ്പെടുത്തുന്നത്. ഈ ദിനത്തിൽ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ വ്യക്തികളെ മുൻവിധിയോടെയാണ് നോക്കി കാണുന്നത്? എല്ലാവരിലും നന്മയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള മനസ്സുണ്ടോ? ഒരു ചെറിയൊരു കഥ നമുക്കറിയാവുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു വേനൽക്കാലത്ത് ഒരു കാക്ക ജലം തേടി ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോവുകയാണ്. അരുവികളൊക്കെ വറ്റി ഒരിടത്തും വെള്ളം കാണാനായി കിട്ടാത്ത ഒരു അവസ്ഥയായി, വല്ലാത്ത ചൂട്. ഈ കാക്ക ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഒരു കുടം കണ്ടു. ആ കുടത്തിൽ എന്തെങ്കിലും വെള്ളം കാണുമെന്ന് വിചാരിച്ച് ഈ കുടത്തിൻ്റെ മുകളിൽ ചെന്ന് കാക്ക ഇരുന്നു. ആ കുടത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു പകുതി ഭാഗം അടുപ്പിച്ച് വെള്ളം കിടപ്പുണ്ട്. പക്ഷേ ഈ കാക്കയ്ക്ക് എങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് പറ്റും?
കാക്ക ബുദ്ധിമാനായ ഒരു കാക്കയായിരുന്നു. അപ്പോൾ ഈ കാക്ക എന്ത് ചെയ്തു? കാക്ക അടുത്ത് നോക്കിയപ്പോൾ കുറേ വെള്ളാരം കല്ലുകളൊക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. കാക്ക ഈ കല്ലുകൾ ഓരോന്നെടുത്ത് ഈ കുടത്തിലിടാനായിട്ട് തുടങ്ങി. ഈ കുടത്തിൽ കല്ലുകൾ ഇങ്ങനെ നിറഞ്ഞു വരുന്നതനുസരിച്ച് വെള്ളത്തിന് ഉയരം വന്നു. വക്ക് കവിഞ്ഞ് വെള്ളം എത്തുന്നത് വരെ കാക്ക ഇങ്ങനെ ഈ കല്ലുകൾ വെള്ളാരം കല്ലിട്ടുകൊണ്ടിരുന്നു. വെള്ളം മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ കാക്ക വെള്ളം കുടിച്ച് പറന്ന് സന്തോഷത്തോടെ പോയി. ഇതൊരു ചെറിയ കഥയാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ വലിയൊരു സാരോപദേശം നമുക്ക് തരുന്നുണ്ട്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഈ കുടം എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യനായിട്ട് സങ്കല്പിക്കാം. ഈ കുടം എന്ന് പറയുന്നത് പുറമേ കാണുമ്പോൾ ഒരു നന്മയുമില്ല എന്ന് നമുക്ക് തോന്നാൻ പറ്റും ഉള്ളിൽ. എന്നാൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നന്മകളുണ്ട്, വലിയ വലിയ സാധ്യതകളുണ്ട്. നമ്മുടെ സ്നേഹം കൊണ്ട്, കരുതൽ കൊണ്ട്, പ്രോത്സാഹനം കൊണ്ട് ഈ വെള്ളാരം കല്ലുകൾ, നമ്മുടെ സ്നേഹമാകുന്ന വെള്ളാരം കല്ല്, പ്രോത്സാഹനമാകുന്ന വെള്ളാരം കല്ല്, ഈ അവരെ വളർത്തുന്ന വാക്കുകൾ നമ്മൾ ഇട്ടുകൊടുത്തുകൊണ്ട് അവരുടെ ഉള്ളിലെ സാധ്യതയെ പുറത്തു കൊണ്ടുവന്നാൽ, മുൻവിധികളില്ലാതെ അവരോട് ഇടപെട്ട് അവരുടെ സാധ്യതകളെ പുറത്തു കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവരിലൂടെ ഈ ലോകത്തിന് നമുക്ക് നന്മ കൊടുക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, മുൻവിധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഈ തിരുവചനത്തിലൊന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്, മുൻവിധികൾ ദുഷ്പ്രേരണകൾ നൽകാനായിട്ട് കാരണമാകും. ദുഷ്പ്രേരണകൾ നൽകുവാൻ മുൻവിധികൾ കാരണമാകും. മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 6 പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരുകല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും. മാർക്കൂസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 42-ലും ഈ വചനം ആവർത്തിക്കപ്പെടുന്നത് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ മുൻവിധിയോടെ മറ്റുള്ളവരോട് ചില വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദുഷ്പ്രേരണകൾ നൽകുകയാണ്. ഈ കേൾക്കുന്ന വ്യക്തിക്ക് ചില ദുഷ്പ്രേരണകൾ നൽകുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില ദുഷ്പ്രേരണകളാൽ വരുന്ന നിലപാടുകൾ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരെക്കുറിച്ചും മുൻവിധിയോടെ സംസാരിക്കാതിരിക്കുക. ഏതെങ്കിലുമൊക്കെ മുൻവിധി നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ അത് മറ്റുള്ളവരോട് പറഞ്ഞ് ആ വ്യക്തിയുടെ നന്മയെ തല്ലിക്കെടുത്താതിരിക്കുക. ദുഷ്പ്രേരണകൾ നൽകുന്ന വ്യക്തിയായിട്ട് മാറും. മുൻവിധിയോടെ നമ്മൾ ഒരാളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മൾ യഥാർത്ഥത്തിൽ ദുഷ്പ്രേരണ കൊടുക്കുകയാണ്. ദുഷ്പ്രേരണ കൊടുക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ തരം താഴും. അങ്ങനെ ദുഷ്പ്രേരണ കൊടുത്ത വ്യക്തിയായിട്ട് തരം താഴ്ന്നാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. ആ വ്യക്തി കഴുത്തിൽ വലിയ തിരികല്ല് കെട്ടി ഈ കടലിൽ മുങ്ങിച്ചാകുന്നതായിരുന്നു നല്ലത്. കാരണം അവൻ ഈ ഭൂമിക്ക് ഭാരമാണ്. അപ്പോൾ മുൻവിധിയോടെ തെറ്റായ മുൻവിധികൾ നീ സംസാരിക്കുന്ന വ്യക്തിയാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്, മുൻവിധി അവിശ്വാസം വർദ്ധിപ്പിക്കും. നമ്മൾ മുൻവിധിയോടെ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ അവിശ്വാസം, വ്യക്തികൾ തമ്മിലുള്ള ആ ബന്ധത്തിൽ വിശ്വസ്തത നഷ്ടപ്പെടും. അവിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. പലരെയും സംശയത്തോടെ നോക്കാനായിട്ട് സാധ്യതയുണ്ട്. നീതിപൂർവ്വം ജീവിക്കുന്ന വ്യക്തികളെ പോലും നമ്മൾ മുൻവിധിയോടെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവരിലുള്ള ആ വിശ്വസ്തത നഷ്ടപ്പെട്ട് അവിശ്വസ്തരായിട്ട് അവരെ കാണാനായിട്ട് സാധ്യതയുണ്ട്. മാർക്കൂസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനം ഇപ്രകാരമാണ്, അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. കാരണം ഈശോയെക്കുറിച്ചുള്ളൊരു മുൻവിധി ഈശോയിലുള്ള വിശ്വാസം അവിടെ നഷ്ടപ്പെടുത്തി. ഇവൻ തച്ചൻ്റെ മകനല്ലേ, ഇവനെ നമുക്കറിയാമല്ലോ എന്നൊക്കെയുള്ള മുൻവിധി, മറ്റുള്ളവർ പറഞ്ഞ ആ മുൻവിധികൾ കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവായ ഈശോയ്ക്ക് അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയാതെ പോയി. അവിശ്വാസം നിമിത്തം, അവരുടെ നിമിത്തം ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മുൻവിധികൾ അവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് തിരിച്ചറിയണം. ആരെക്കുറിച്ച് നമുക്ക് മുൻവിധിയോടെ സംസാരിക്കാതിരിക്കാം. ചിലരെക്കുറിച്ചൊക്കെ തെറ്റായ മുൻവിധികൾ പറയുമ്പോൾ അവരുടെ അടുക്കലേക്ക് പോകാനായിട്ട് പോലും വ്യക്തികൾ തയ്യാറാകാതെ വരും. അതുമൂലം അവരിലൂടെ ലഭിക്കേണ്ട നന്മകൾ നമ്മൾ ഈ ലോകത്തിന് കൊടുക്കാത്തവരായിട്ട് മാറും. അത് കാരണം ഒരു വ്യക്തിയെക്കുറിച്ച് മുൻവിധിയോടെ അവൻ കൊള്ളൂല, അവൻ മോശമാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെല്ലാം അവനെ ഒറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. അവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് തുടങ്ങും. എന്നാൽ ദൈവം അവൻ്റെ ഉള്ളിൽ ചില നന്മകൾ ഇട്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യരിലും നന്മകളുണ്ട്. നന്മകളില്ലാത്ത ആരും തന്നെ ഈ ഭൂമിയിലില്ല.
ഏറ്റവും വലിയ കൊലപാതകിയിൽ പോലും ഒരു നന്മ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതല്ലേ ആ നന്മ കണ്ടെത്തി കഴിഞ്ഞ് മുൻവിധികളില്ലാതെ ആ വ്യക്തിയെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുമ്പോൾ അവരിലൂടെ വലിയ വലിയ വിപ്ലവങ്ങൾ, വലിയ വലിയ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിൽ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഒരു കാലത്ത് ലോകം മുഴുവനും ഒറ്റപ്പെടുത്തിയ വ്യക്തിയായിരിക്കാം, കുറ്റപ്പെടുത്തി ഇവൻ ഇനി ഒന്നിനും കൊള്ളില്ല, ഇവൻ ദ്രോഹിയാണ്, നാശമാണ് എന്ന് പറഞ്ഞൊക്കെ തള്ളിക്കളഞ്ഞ വ്യക്തികൾ ഒരു വേള ആരുടെയൊക്കെയോ സ്നേഹവും കരുതലും പ്രോത്സാഹനവും കിട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വത്തിലേക്ക് ആ വ്യക്തികൾ കടന്നു വന്നത് അവരെ മുൻവിധിയോടെ തള്ളി ആരാലും നോക്കാതെ ഒറ്റപ്പെടുത്തിയിരുന്നുവെങ്കിൽ അവരിലൂടെ ലഭിക്കേണ്ട നന്മകൾ ലോകത്തിന് നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുൻവിധികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാം. മൂന്നാമത്, മുൻവിധി മറ്റുള്ളവരെ നിന്ദിക്കാൻ കാരണമാകും. കാരണം മുൻവിധി പലപ്പോഴും മറ്റുള്ളവരെ നിന്ദിക്കാനായിട്ട് കാരണം, എനിക്കിവനെ അറിയാം, കാരണം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് ഇവനെക്കുറിച്ച്, ഇവൻ ഇങ്ങനെയാണ്, ഇവൻ ഇങ്ങനെ പണ്ട് ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള മുൻവിധികൾ നമ്മുടെ ഉള്ളിൽ വച്ചുകൊണ്ട് നടന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ വ്യക്തികളെ നിന്ദിക്കുന്നവരായിട്ട് മാറും. അവരിലൂടെ വലിയ വലിയ കാര്യങ്ങൾ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ടാകും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-11 തിരുവചനം ഇപ്രകാരമാണ്: ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മുൻവിധിയോടെ ഒരാളെ നിന്ദിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ദൈവദൂതൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നിന്ദിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയും. കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുൻവിധിയോടെ ആരെയും കുറ്റപ്പെടുത്തി നിന്ദിക്കാൻ പാടില്ല. ഏത് കുറവുകളുള്ള വ്യക്തിയായിരിക്കാം, പക്ഷേ നന്മ കൊടുത്താൽ ആ വ്യക്തിയെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. മുൻവിധിയോടെ തള്ളിക്കളഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെതിരെ നിലപാടെടുക്കുന്ന വ്യക്തികളായിട്ട് മാറും. മുൻവിധികൾ പലപ്പോഴും മറ്റുള്ളവരെ നിന്ദിക്കാനായിട്ട് കാരണമാകും. ഒരുപക്ഷെ എനിക്കറിയാത്തൊരു വ്യക്തിയായിരിക്കാം, ഞാൻ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഈ വ്യക്തിയെക്കുറിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വ്യക്തിയോടുള്ള റെസ്പെക്റ്റ് കുറയും. കാരണം ആ വ്യക്തിയെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു അവസരത്തിൽ കണ്ടുമുട്ടുമ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞ മുൻവിധി ഞാനും ഏറ്റെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ വ്യക്തിയോട് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റില്ല, സ്നേഹത്തോടെ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തിരിച്ചറിയണം, മുൻവിധികൾ മറ്റുള്ളവരെ നിന്ദിക്കുവാനായിട്ട് കാരണമാകും. കാരണം ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ തിരിച്ചറിയണം. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. ഓരോ ദിവസവും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നുണ്ട്. ഇന്നലെ കണ്ട വ്യക്തിയല്ല നമ്മൾ ഇന്ന് കാണുന്നത്. കാരണം ഓരോ ദിവസവും ദൈവം പുതിയ സാധ്യതകൾ ആ വ്യക്തിക്ക് നൽകുന്നുണ്ട്. ഓരോ വ്യക്തിയും പുതിയതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. സാധ്യതകളുള്ള വ്യക്തിയാണ്, പഴയ മനുഷ്യനല്ല. ജനിച്ച നാളിൽ ഒരുപക്ഷെ ചില കുറവുകൾ വന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെറിയ കുറവുകൾ, കുറ്റങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ വ്യക്തിയെ ഇടിച്ചു താഴ്ത്തി, ആ വ്യക്തിയെ മുൻവിധിയോടെ എല്ലാ ദിവസവും എല്ലാ സമയവും നമ്മൾ കാണാൻ ശ്രമിച്ചാൽ പ്രിയമുള്ളവരെ, നമ്മൾ ആ വ്യക്തിയെ നിന്ദിക്കാനേ കാരണമാകും. ആ വ്യക്തിയെ നിന്ദിച്ച് സംസാരിക്കാനേ നമുക്ക് തോന്നൂ. എന്നാൽ ആ വ്യക്തിയിലെ നന്മകൾ കാണാനായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് മുൻവിധികൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ തിരിച്ചറിയണം, മുൻവിധി ഏത് പ്രവൃത്തിയിലെയും കുറ്റം ആരോപിക്കാനായിട്ട് നോക്കി കാത്തിരിക്കും. കാരണം മുൻവിധി ഉള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്താലും, ഒരു വ്യക്തി നന്മ പ്രവൃത്തിയായിരിക്കും ചെയ്തത്, ഉടനെ നമ്മൾ അതിൽ കുറ്റം ആരോപിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും, അല്ലേ? ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റമായിട്ട് പറയുന്നത് പോലെ. കാരണം എനിക്കൊരാളോട് വെറുപ്പാണെങ്കിൽ മുൻവിധിയോടെ ആ വ്യക്തിയെ തരം താഴ്ത്തിയുള്ള തലത്തിൽ കാണുകയാണെങ്കിൽ ആ വ്യക്തി എന്ത് നന്മ ചെയ്താലും നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കില്ല, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം എല്ലാവരെയും നമ്മൾ മുൻവിധിയോടെ കാണും. എനിക്കറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ മറ്റുള്ളവരെല്ലാം ചെറുതായാണ് കാണുന്നത്. ഈ മനുഷ്യൻ്റെ ഒരു വിചാരം എന്തുകൊണ്ട്? കാരണം ഞാൻ ഏറ്റവും നല്ല സ്മാർട്ടാണ്, എൻ്റെ ലൈഫ് ഡിസിപ്ലിൻഡാണ്, ഞാൻ ഏറ്റവും വലിയ നല്ല ചിന്തകളുള്ള മനുഷ്യനാണ്, എനിക്ക് നല്ല ബോധ്യങ്ങളുണ്ട്, മറ്റുള്ളവരെല്ലാം താഴെയാണ് നിൽക്കുന്നത്, എനിക്ക് താഴെയാണ് മറ്റുള്ളവർ, എന്നേക്കാൾ ഉയർന്നൊരിക്കലും അവർക്ക് വരാൻ പറ്റില്ല. കാരണം എനിക്ക് അത്രമാത്രം കഴിവുകളുണ്ട്, എനിക്ക് അത്രമാത്രം ബുദ്ധിയുണ്ട്, എനിക്ക് അത്രമാത്രം കാര്യങ്ങൾ വിവേചിക്കാനും വിമർശനാത്മകമായി വിലയിരുത്താനും കഴിയും. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യും? ആരെങ്കിലും ഏറ്റവും നല്ല കാര്യം ചെയ്തതായിരിക്കും, അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ എന്ത് ചെയ്യും? പ്രോത്സാഹനത്തിൻ്റെ 2 വാക്കുകൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ 2 കുറവും പറയും.
അപ്പോൾ മുൻവിധിയോടെ ഈ മനുഷ്യൻ്റെ ഉള്ളിലൊരു മുൻവിധിയുണ്ട്. കാരണം എന്നേക്കാൾ ഏറ്റവും മുന്നോട്ട് ആരും വരാൻ പാടില്ല, എല്ലാവരും താഴെ നിന്നാൽ മതി. അവരെന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു കുറവ് എനിക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഉള്ളിൽ കുറവുകളുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ മുൻവിധിയോടെ കാണാനായിട്ട് കാരണമാകുന്നതെന്ന് കൂടി നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ആരെയും മുൻവിധിയോടെ നോക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമ്മുടെ കുറവുകളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ ഉള്ളിലെ കുറവുകളാണ് പലപ്പോഴും നമ്മൾ മുൻവിധിയായിട്ട് വെച്ച് അവനെക്കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. അവൻ ഇങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവനാണ് എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? ഈ മുൻവിധി നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ കാരണം എന്താണ്? ഉള്ളിൽ നമുക്ക് ഈ ഒരു തിന്മ കിടപ്പുണ്ട്. നമ്മുടെ ഉള്ളിലെ കുറവാണ് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് മുൻവിധിയോടെ നമ്മൾ സംസാരിക്കുന്നത്. അത് മാറ്റുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. വീണ്ടും നമ്മൾ തിരിച്ചറിയണം, മുൻവിധി നമ്മൾ ഉള്ളിൽ കൊണ്ടു നടന്നാൽ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 2 വചനം പറയുന്നുണ്ട്, യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയുവാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കാരണം അവരുടെ ഉള്ളിലൊരു മുൻവിധി ഉണ്ടായിരുന്നു. യേശുവിനെക്കുറിച്ചൊരു മുൻവിധി ഉണ്ടായിരുന്നു. അവൻ സാപത്ത് ലംഘിക്കുന്നവനാണ്, അവൻ ദൈവപുത്രനല്ല. ഈ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഇങ്ങനെ നിന്നതുകൊണ്ട് യേശു എന്ത് ചെയ്താലും കുറ്റം ആരോപിക്കാനാണ് അവർ നോക്കിയിരുന്നത്. ഒരു നന്മ പ്രവൃത്തി ചെയ്താലും അവരുടനെ കുറ്റം പറയും. ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ആരെന്ത് നന്മ ചെയ്താലും നന്മ പറയൂല, അവരുടെ കുറ്റം പറയും. അവനിങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഓടുന്നവനാണ്, അല്ലെങ്കിൽ അവനിങ്ങനെ കുറവുകളുള്ളവനാണ്, അയ്യോ അവൻ്റെ ലക്ഷ്യം ഇതല്ല, അവനിങ്ങനെ കുറവുകൾ മാത്രം നമ്മൾ പറഞ്ഞ് സംസാരിക്കുമ്പോൾ മുൻവിധിയോടെയാണ് നമ്മൾ സംസാരിക്കുന്നവരായിട്ട് മാറുന്നത്. നന്മ കാണാനായിട്ടുള്ള കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോകും. 5-ാമത് മുൻവിധി വിശുദ്ധ ലിഖിതങ്ങളെയും ദൈവത്തിൻ്റെ ശക്തിയെയും മനസ്സിലാക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തും. നമ്മുടെ ഉള്ളിലൊരു മുൻവിധി ഉണ്ടെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങളെയും അവയുടെ ശക്തിയെയും മനസ്സിലാക്കുവാനായിട്ടുള്ള കഴിവ് നമുക്ക് നഷ്ടമാകും. മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 18 നമ്മൾ കാണുന്നുണ്ട്, പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഒരു സഹോദരൻ, കാരണം അവൻ ആദ്യം വിവാഹം കഴിച്ചു, അവൻ്റെ വീണ്ടും 6 സഹോദരന്മാരുണ്ട്. അങ്ങനെ 7 സഹോദരന്മാരുള്ള ഒരു കുടുംബം. ഒരുവൻ ആദ്യം കല്യാണം കഴിച്ചു, പക്ഷേ സന്താനങ്ങളൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവൻ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ നിയമപ്രകാരം അടുത്ത ആ കുടുംബത്തിലുള്ള സഹോദരൻ തന്നെ ഈ വിധവയായ പെൺകുട്ടിയെ കെട്ടി മക്കൾക്ക് ജനിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അടുത്തവൻ വിവാഹം കഴിച്ചു, അവനും മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവനും മരിച്ചു. ഇങ്ങനെ ഈ 7 പേര് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 18 പറയുന്ന ഒരു സംഭവമാണ്. ഈശോയുടെ അടുക്കലേക്ക് വന്നതാണ്, ഈശോയുടെ അരികിലേക്ക് വന്ന ഒരു ചോദ്യവുമായിട്ടാണ് വന്നത്. പുനരുത്ഥാനത്തെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അവരുടെ ഉള്ളിലൊരു ചിന്താധാരയുണ്ടായിരുന്നു, മുൻവിധിയോടെയുള്ള ചിന്ത. ആ മുൻവിധിയോ വെച്ചുകൊണ്ടാണ് അവർ വന്നിട്ട് പറയുന്നത്, ഈ 7 സഹോദരന്മാരും മരിച്ചു, അവസാനം ആ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭർത്താവായിരിക്കും? അവരുടെ ഉള്ളിലെ ചില തെറ്റായ മുൻവിധികൾ ഉള്ളിലിരുന്നത് കൊണ്ട് ഈശോ അവരോട് ശക്തമായ രീതിയിൽ പറയുന്നുണ്ട്. വചനത്തിൽ പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ അവയുടെ ശക്തിയോ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ മുൻവിധിയോടുകൂടി നമ്മൾ ഈ ലോകത്തിലെ ജീവിതത്തെ നയിക്കാൻ ശ്രമിച്ചാൽ കർത്താവിൻ്റെ ഇടപെടലുകൾ മനസ്സിലാക്കാൻ പറ്റില്ല, വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല, ദൈവത്തിൻ്റെ ശക്തി പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരാളെക്കുറിച്ച് മുൻവിധി വെച്ചുകൊണ്ടിരിക്കുക. ആ വ്യക്തി ദൈവവചനത്തിൻ്റെ ശക്തിയാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ രൂപാന്തരീകരണവും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു മുൻവിധി ഉള്ളതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലും വിശുദ്ധ ലിഖിതങ്ങളുടെ ശക്തിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അവർ പരാജയത്തിൻ്റെ അവസ്ഥയിലേക്ക് ചെന്ന് വീഴും. അപ്പോൾ മുൻവിധികൾ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കാനായിട്ട് കഴിയണം. വീണ്ടും മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 20 ഈശോ വളരെ ആധികാരികമായിട്ട് അവരോട് പറയുകയാണ്, യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. വീണ്ടും മുൻവിധി പരിശുദ്ധാത്മാവിനെതിരായി പരദൂഷണം പറയാൻ കാരണമാകും. ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവൻ മുൻവിധി വെച്ച് സംസാരിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കുന്ന വ്യക്തിയായിട്ട് മാറുമെന്നാണ് വചനം പറയുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 ഇപ്രകാരമുണ്ട്, ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസബൂൾ ആവേശിച്ചിരിക്കുന്നു, പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. നോക്കണം,
യേശുവിലുള്ള മുൻവിധി, യേശുവിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റാതായി. അവർ യേശുവിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ മുൻവിധിയോടെ കണ്ടതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കുന്നവരായിട്ട് മാറി. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞെന്താണ്? മാർക്കൂസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 29 ഈശോ പറയുന്നത് എന്താണ്? എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി നിങ്ങൾ ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമുണ്ടാവുകയില്ല, അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെതിരായി സംസാരിക്കുന്നവരായിട്ട് മാറും മുൻവിധിയോടെ നമ്മൾ ഒരാളോട് സംസാരിച്ചാൽ. ഒരാളെയും മുൻവിധിയോടെ കാണാതിരിക്കുക. അപ്പോൾ നമുക്ക് മുൻവിധികൾ ഉപേക്ഷിച്ച് നന്മ കാണുന്നവരാകണം. നന്മ കാണണം. എല്ലാവരിലും നന്മയുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആ കാക്കയുടെ ജീവിതം, ആ കാക്ക കാരണം ആ കുടത്തിൽ ഒരു കുടം വെറുതെ ഇരിക്കുക, ആ കുടത്തിൽ പക്ഷെ ചെന്ന് ഇരുന്ന് കുടത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ നന്മയുടെ ജലമുണ്ട്. ആ നന്മയുടെ ജലം പുറത്തേക്ക് എടുക്കുവാനായിട്ട് കാക്ക തയ്യാറായി. ബുദ്ധിയും കഴിവും മിടുക്കുമൊക്കെയുള്ള മനുഷ്യൻ ഇന്ന് മറ്റുള്ളവരിലെ നന്മ കണ്ടെത്തി അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതെ വിധിച്ച് പഴിച്ച് പരദൂഷണവും കുറ്റം പറച്ചിലും പറഞ്ഞ് മറ്റുള്ളവരെ നമ്മൾ തള്ളി പറയുമ്പോൾ ദൈവീക പദ്ധതിക്കെതിരായി പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 45 ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടു, അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയേൽ ഉടനെ തിരിച്ച് ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 നഥാനിയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. പ്രിയമുള്ളവരെ, നഥാനിയേലിന് ചില മുൻവിധികളുണ്ടായിരുന്നു. പക്ഷേ ഫിലിപ്പോസ് പറഞ്ഞു, നീ വന്ന് കാണുക. ഫിലിപ്പോസ് പറഞ്ഞത് കേട്ട് നഥാനിയേൽ മുൻവിധികൾ ഉപേക്ഷിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് നടക്കാൻ തയ്യാറായി. അതുകൊണ്ടെന്താണ്? മുൻവിധികൾ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർ, ചിലപ്പോൾ നഥാനിയേലിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മുൻവിധികൾ, അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ അവൻ അവിടെ വെച്ച് മനസ്സിൽ കൊണ്ടു നടന്ന മുൻവിധികളെല്ലാം അവിടെ തള്ളി കളഞ്ഞിട്ട്, അവിടെ ഉപേക്ഷിച്ചിട്ട് നഥാനിയേൽ ഫിലിപ്പോസ് വിളിച്ചതുപോലെ ഫിലിപ്പോസിൻ്റെ കൂടെ പോകാൻ തയ്യാറായപ്പോൾ രക്ഷകനെ കാണാനായിട്ട് സാധിച്ചു. നഥാനിയേൽ ഈശോയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. പ്രിയമുള്ളവരെ, മുൻവിധികൾ ഉപേക്ഷിച്ചാൽ നമുക്കും ഇതുപോലെ അത്ഭുതങ്ങൾ ദർശിക്കാനാകും. നമ്മുടെ ജീവിതത്തിൽ മുൻവിധികൾ ഉപേക്ഷിച്ചാൽ നഥാനിയേൽ ദർശിച്ച അത്ഭുതങ്ങൾ രക്ഷകനെ കാണുവാനും സജീവ ദൈവത്തെ കണ്ടുമുട്ടുവാനും നഥാനിയേലിന് ഇടയായി. മുൻവിധികൾ ഉപേക്ഷിച്ചപ്പോൾ നമുക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാകാം, വ്യക്തി ജീവിതത്തിലാകാം, സാമൂഹ്യ ജീവിതത്തിലാകാം, ഓരോരുത്തരെയും കുറിച്ചുള്ള തെറ്റായ മുൻവിധികൾ എടുത്തു മാറ്റി മറ്റുള്ളവരിലെ നന്മ കണ്ടെത്തി ജീവിക്കുവാൻ തയ്യാറായാൽ നമുക്കും വലിയ വലിയ അത്ഭുതങ്ങൾ, വലിയ വലിയ ദർശനങ്ങൾ ഈ ലോകത്തിന് കൊടുക്കുവാൻ തക്കവിധം അവരെ രൂപാന്തരപ്പെടുത്തുന്നവരാകാനായിട്ട് സാധിക്കും. ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് പലപ്പോഴും തെറ്റുപറ്റുവാൻ കാരണം ഞങ്ങളുടെ തെറ്റായ മുൻവിധികളാണല്ലോ. ഓരോ വ്യക്തികളിലും നന്മയുണ്ടെന്ന് തിരിച്ചറിയുവാൻ, ഓരോ മനുഷ്യനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലും ദൈവവചനത്തിൻ്റെ ശക്തിയാലും അവർ രൂപാന്തരപ്പെടുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോരുത്തരിലും നന്മയുണ്ടെന്ന് മനസ്സിലാക്കി അവരെ അംഗീകരിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും മുൻവിധികളില്ലാതെ അവരോട് ഇടപെടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അവരിലൂടെ ഈ ലോകത്തിന് ലഭിക്കേണ്ട നന്മകൾ ഞങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കത്തക്ക വിധം സ്നേഹത്തിന്, കാരുണ്യത്തിന് ഞങ്ങളും സാക്ഷികളായി തീരുവാൻ ഞങ്ങളെയും അവിടുന്ന് ഉപയോഗിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.